കല്യാണ വീടുകളിലൊക്കെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ സൈഡായിട്ട് കിട്ടുന്ന നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഒരു അച്ചാറില്ലേ. അപ്പോൾ അത് ഈ ഒരു പപ്പായ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് എത്ര പേർക്കറിയാം. സംഭവം ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഒരു പാനിൽ ഓരോ ടീസ്പൂൺ വീതം ഉലുവയും കടുവും ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. അടുത്തതായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ആ ഒരു മസാലപ്പൊടികളുടെ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. തീ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അച്ചാറിൻ്റെ കളർ തന്നെ ഫുള്ളായിട്ട് ചേഞ്ച് ആയി പോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായ അല്ലെങ്കിൽ നമ്മുടെ കറമൂസ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം ഇത് കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാവും കുറച്ചും കൂടെ നല്ലത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറിൽ കുറച്ച് വെള്ളം കുറവായി തോന്നിയപ്പോൾ കുറച്ചും കൂടെ സുർക്കയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടെ ചേർത്ത് ഒന്നും കൂടെ തിളവന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കരുത്. നമ്മുടെ പപ്പായ ഇതിലിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു സ്ട്രെച്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ റെഡി.